ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ആ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിൽ വില്ലാസ് ഉണ്ടാവും, ഫ്ലാറ്റ്സ് ഉണ്ടാവും, വീടുണ്ടാവും. ആ വീട്ടിലേക്കോ അല്ലെ അതിൻ്റെ ഓരോ ഡിഫറെൻറ്റ് ഏരിയാസിലേക്കുള്ള ഫങ്ഷണാലിറ്റിയും മെറ്റീരിയൽസും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അതിനെ നമുക്ക് ആ സ്പേസിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. നമുക്ക് ആദ്യം സിറ്റ് ഔട്ടിൽ നിന്ന് പോവാം. നമ്മള് ഒരു വീട്ടിലാണ് സിറ്റ് ഔട്ട് മെയിൻലി ഉണ്ടാവുക. മറ്റേതെന്ന് പറയുമ്പോൾ ഫ്ലാറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഒരു ഡിഫറെന്റ് ഏരിയ ആയിരിക്കും ഉണ്ടാവുക. ഒരു വീടിന്റെ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സിറ്റ് ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ നമുക്കൊരു സിറ്റ് ഔട്ടിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണാലിറ്റിയും കൂടി നോക്കി വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഫങ്ഷണാലിറ്റിയും ആഡ് ചെയ്യുക, അതിൻ്റെ കൂടെ ബ്യൂട്ടിഫിക്കേഷനും കൂടി വരിക എന്നുള്ള രീതിയിൽ വേണം നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത് ഈ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എല്ലാവരും എന്താ കൊടുക്കുക, നമ്മുടെ ഷൂറാക്ക് കൊടുക്കും. അപ്പോൾ ആ ഷൂറാക്കിൽ അതിൻ്റെ മേലൊരു സീറ്റിംഗ് കൊടുക്കാം. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഷൂറാക്കായിട്ട് കാണുന്നുണ്ടാവില്ല. നമുക്ക് കുറച്ചും കൂടി നല്ല എലമെന്റ്സ് ആഡ് ചെയ്തുള്ളൊരു ഷൂറാക്കായിട്ട് അല്ലേ, അവിടെ ബുക്ക് വായിക്കാനോ അങ്ങനെ കാര്യങ്ങൾ സൈഡിൽ വേണമെങ്കിൽ ഒരു ഷെൽഫ് ആഡ് ചെയ്യാം. അതെ, അതേപോലെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് സീറ്റിംഗ് വേണേൽ കൊടുക്കാം, ലൈക്ക് ഓൺ ദ ടോപ്പ്. അതെ അതെ, ഇരിക്കുന്ന രീതിയിലാക്കാം. താഴെ ഇതായിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ ഷൂറാക്ക് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടല്ലോ. നമുക്ക് ചെറിയ റോളിംഗ് ടൈപ്പ് ആയിട്ട് സ്പേസ് ഉള്ള വീടാണെങ്കിൽ നമുക്ക് റോളിംഗ് വലിക്കാവുന്ന ടൈപ്പ് ഉണ്ട്. അതെ അതെ, അല്ലെങ്കിൽ ഡ്രോയർ സിസ്റ്റം ആയിട്ട്. ഈവൻ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് കൂടി വേണമെങ്കിൽ കൊടുക്കണമെന്നില്ല. ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോയറും സീറ്റിംഗും കൂടി, ഐ മീൻ ഷൂറാക്കും കൂടി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ ഷൂറാക്കും, ഒരു സെക്ഷനിൽ നമുക്ക് മറ്റു ആക്സസറീസും ഈവൻ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ട്. അതേപോലെ അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ മിക്ക വീട്ടിലും യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്സ്, അംബ്രല്ല വെക്കാനുള്ള ഒരു സ്പേസ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഈ അപ്പം അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത ഒരു ഷൂറാക്ക് ആണെങ്കിൽ ഭയങ്കര അതെ ഒരു മൾട്ടി യൂട്ടിലിറ്റി ഷൂറാക്ക്. അതെ വിത്ത് സീറ്റിംഗ് അതെ നന്നായിരിക്കും. ഈ പറയുന്ന അംബ്രല്ല ഒക്കെ കൊടുക്കാനുള്ളത്, ഈവൻ വെറ്റ് അംബ്രല്ല വെക്കാൻ വേണ്ടി മെറ്റീരിയൽ വെച്ചിട്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം അത് മിക്ക വീട്ടിലും ആവശ്യമുള്ള ഒരു സാധനമാണ്, നമ്മൾ എപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പം അംബ്രല്ല വെക്കാനുള്ള ഡ്രൈ ആൻഡ് വെറ്റ് ആയിട്ടുള്ളത് ഓൾവേസ് അതിനകത്ത് തന്നെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എടുത്ത് അകത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അതെ, നമ്മുടെ ഫ്രണ്ട് സ്റ്റെപ്പ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പം ഒരു ഈവൻ ചെറിയ സിറ്റ് ഔട്ട് ആണെങ്കിൽ പോലും അതിന്റെ ഒരു ലെങ്ത് നമുക്ക് വലുതാക്കി കാണിക്കാനായിട്ട് ഫുൾ ലെങ്ത് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിന് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ചുമ്മാ ഗ്രാനൈറ്റ് മാത്രമല്ല, കോട്സ് കൊടുക്കാം, പല ടൈപ്പ് ഓഫ് ലെപ്പോത്ര നല്ല ഭംഗിയായിട്ട് ഫിനിഷിലെല്ലാം വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഈവൻ നമ്മുടെ സ്റ്റെപ്പ് കണ്ടിന്യൂറ്റി സ്റ്റെപ്പ് വരാതെ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റെപ്പ് പോലെ കൊടുത്തു കഴിഞ്ഞാലും വിത്ത് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഡ്രസ്സാണ് കാണാൻ. ഇവൻ ഞങ്ങളൊരു സൈറ്റിൽ ഇടയ്ക്ക് പോയിരുന്ന സമയത്ത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് വീട് ചെയ്തേക്കുന്നത്. വീടിന് ചുറ്റിനും ഒരു വാട്ടർ ബോഡി ഉണ്ട്. അപ്പൊ ഈ ഫ്രണ്ട് നമ്മുടെ ഫ്ലോർ ഏരിയയിൽ നിന്ന് സ്റ്റെപ്പ് കയറുന്ന സ്റ്റെപ്പ് ആക്ച്വലി ഈ ഫ്ലോട്ടിംഗ് സ്റ്റെപ്പ് പോലത്തെ സ്റ്റെപ്പാണ് വരുന്നത്. അപ്പം മറ്റേ ഇഴജന്തുക്കളോ ഇൻസെക്ട്സ് ഒന്നും കയറാതെ താഴെ വാട്ടർ ബോഡിയും കൂടി പോകുന്നുണ്ട്. അതിനകത്ത് മീനും ഉണ്ട്. ഭയങ്കര കോയി പോണ്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ മിക്ക വീട്ടിലും. കോയി പോണ്ട് ചെയ്യുന്നുണ്ട്, അതായത് സ്റ്റെപ്പിനോട് തന്നെ അറ്റാച്ച് ആയിട്ട് ഒരു പ്ലാന്റർ ബോക്സും അതിന്റെ കൂടെ കോയി പോണ്ടും എല്ലാം. ഇവൻ ഇതൊന്നും ഇല്ലെങ്കിലും സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിൽ പ്ലാന്റർ ബോക്സ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയാണ്. പ്ലാന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള. അതിപ്പോ പുതിയ വീട് വെക്കുന്നവര് തന്നെ വേണമെന്നില്ല, ഓൾറെഡി വീടുള്ളവർക്കും ഇങ്ങനെയുള്ള പ്ലാന്റർ ബോക്സ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മളൊരു വീട്ടിൽ ചെയ്ത സമയത്ത് സിറ്റ് ഔട്ടിൽ തന്നെ പ്ലാന്റർ ബോക്സ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു വൺ സൈഡ് പ്ലാന്റർ ബോക്സ്, അതെ, അതിന് പകരമായിട്ട് പ്ലാന്റർ ബോക്സ്. അപ്പൊ ആ ഒരു സ്പേസ് നാച്ചുറൽ പ്ലാന്റ്സ് തന്നെ ആവുമ്പോ ഫുൾ ടൈം നമുക്ക് ആ ഒരു വ്യൂ ആണ് കാണുന്നത്. അത് നല്ല ഭംഗിയാണ്. പിന്നെ വരുന്ന ഫോൾ സീലിംഗ്
False ceiling ഫോൾ സീലിംഗ് നല്ല ഈവൻ ഭംഗിയാണ്. ലൂവേഴ്സ് ഒക്കെ വെച്ചിട്ട് ഫോൾ സീലിംഗ് കൊടുക്കാം. അതെ ബോക്സിന്റെ ഒക്കെ സീലിംഗ് വരുന്നുണ്ട്. അതെല്ലാം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് തന്നെ ഭയങ്കര പോഷ് ബോഡി ലുക്ക് ഉണ്ടാവും. കുറച്ച് ഹിഡൻ ലൈറ്റിങ്സോ LED ലൈറ്റ് സ്ട്രിപ്സോ എല്ലാം പ്രൊഫൈൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കേറി വരുമ്പോ തന്നെ ഒരു ഭയങ്കര ജസ്റ്റ് ഒരു സിറ്റ് ഔട്ട് തന്നെ നമുക്ക് എന്തൊക്കെ രീതിയിൽ ഈവൻ പാനലിംഗ് കൊടുക്കാം. ലൂവർ പാനലിംഗ്, വാൾപേപ്പേഴ്സ് കൊടുക്കാം. പക്ഷെ വാൾപേപ്പേഴ്സ് എനിക്കൊന്ന് ചിലപ്പം അത്രയും അകത്തോട്ടുള്ള ഏരിയയിലൊക്കെ ചെയ്യാനായിട്ട് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ചിലപ്പോ അതിലും എങ്കിലും ആ സ്പേസ് ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒരു സ്ട്രിപ്പെങ്കിലും വിൻഡോന്റെ സൈഡിൽ അതുപോലെ സിറ്റ് ഔട്ടിൽ വരുന്ന വിൻഡോ കാര്യം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പെയിന്റില് ടെക്സ്ചർ പെയിന്റ് ചെയ്യാൻ ആ പറ്റും. അതെ ടെക്സ്ചർ പെയിന്റ് ചെയ്തിട്ടും ഇപ്പം സിമെന്റ് ടെക്സ്ചർ Cement പെയിന്റ് ഒക്കെ texture. ചെയ്യുന്നത് ഭയങ്കര ഭംഗിയാണ്. അത് കാണാൻ അതൊരു വേണ്ടി വാം ലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഭയങ്കര ഇതായിരിക്കും. ഇപ്പം ഒത്തിരി പേരും പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ടെക്സ്ചർ പെയിന്റ്. ടെക്സ്ചർ പെയിന്റ് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ അതേപോലെ റസ്റ്റഡ് പെയിന്റ്സ് ഉണ്ട്. ആ റസ്റ്റഡ് ലൂവേഴ്സ് വെച്ചിട്ട് പ്ലാസ്റ്റിക് അതിലേക്ക് ലുക്കില് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു സിറ്റ് ഔട്ട് തന്നെ നമുക്ക് ഇത്രയും അല്ലെ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു സിറ്റ് ഔട്ടിനെ കുറിച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സിറ്റ് ഔട്ടിൽ പിന്നെ ഈവൻ പിന്നെ ലൂസ് ഫർണിച്ചേഴ്സ്, ലൂസ് ഫർണിച്ചേഴ്സ് ഉണ്ട്. ചെറിയ ചെറിയ ഒരു തീം ബേസ് ചെയ്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞ റസ്റ്റിക് തീം ഒക്കെ ബേസ് ചെയ്ത് ചെയ്യാനാണെങ്കിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു എക്കോ ഫ്രണ്ട്ലി ഇത് ചെയ്യാണെങ്കിൽ കെയിൻ ഫർണിച്ചേഴ്സ് ഭയങ്കര നല്ലതാണ്. അത് ലാസ്റ്റിംഗും ആണ്. അതെ അതേപോലെ തന്നെ കംഫർട്ടബിളും ആണ്. കംഫർട്ടബിളും ആണ്. പിന്നെ അതേപോലെ ഒരു 2 സീറ്റ്, 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പ്ലസ് ഒരു ചെറിയ കോഫി ടേബിളും കൊടുക്കുവാണെങ്കിലും ആ സ്പേസ് ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ കയറി വരുന്ന എൻട്രൻസ് ഡോർ ഓൾവേസ് ഭയങ്കര ഇമ്പോർട്ടന്റ് അതെ ആണ്. മേജർ കാര്യമായിരുന്നു. ഈവൻ ഡോർ ഞാനിപ്പോ ചിലടത്ത് കണ്ടിട്ടുണ്ട്. മീൻസ് കൂടുതലും അത് ട്രെൻഡി ആയിട്ട് വരുന്നുണ്ട്. ഈ വിൻഡോസിന്റെ ഹൈറ്റ് നമ്മൾ കൂട്ടുന്ന പോലെ തന്നെ ഫ്രണ്ട് ഡോറിന്റെ ഹൈറ്റും ചില ഇംഗ്ലീഷ് മൂവീസിലെല്ലാം ലോങ് ഹാൻഡ് റെയിൽ വന്നു കഴിഞ്ഞാലും ഭയങ്കര ഈവൻ നമ്മളെ റൂം തുറന്ന് കയറുമ്പോ തന്നെ അത്രയും വിസിബിലിറ്റി കിട്ടും. അതായത് ഡബിൾ ഹൈറ്റ് ഫീൽ ആ, വരും. feel ഡബിൾ വരും. ഹൈറ്റ് ഫീൽ ആണ് ലിവിംഗ് റൂം എടുക്കുന്നത്. അതെ, ലിവിംഗ് റൂം അല്ലെങ്കിൽ മറ്റേ കോയ സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡബിൾ ഹൈറ്റിലോട്ട് വരികയും ചെയ്യും. ഇൻ അഡീഷൻ ടു ദാറ്റ് ഒരു 210 ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ അല്ലാണ്ട് ഡബിൾ അതെ, അതെ, അതെ. ഹൈറ്റിന്റെ ഓൾമോസ്റ്റ് ഡബിൾ ഹൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു അതെ അതെ തീം ബേസ് ചെയ്ത് വേണമെങ്കിലും അല്ലെ, അതെ നേരത്തെ പറഞ്ഞ പോലെ എക്കോ ഫ്രണ്ട്ലി റസ്റ്റിക് അല്ലെങ്കിൽ ഒരു ബൊഹോമിയൻ തീം ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഭയങ്കര അതെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇൻഡിവിജ്വൽ റൂംസ് ചെയ്യുന്നത് പോലെ തന്നെ പുറത്ത് സിറ്റ് ഔട്ട് അല്ല നമ്മൾ എപ്പോഴും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യണോന്ന് ചോദിച്ചാൽ നമുക്ക് അത് ഇത്രയൊക്കെ ചെയ്താൽ നമ്മൾ വന്നിരിക്കാൻ പലരും സിറ്റ് ഔട്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാതെ ഇത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ അല്ലേ നല്ലതായിട്ട് ഇത്രയും സ്കോപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ഏരിയസിനെ കുറിച്ച് കൂടി ഡിസ്കസ് ചെയ്യാം. ക്ലൈമറ്റിനൊക്കെ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിലും അടിപൊളിയായി പുറത്തിരിക്കാനൊക്കെ ഈവനിങ് നല്ല സ്നാക്സ് ഒക്കെ കുടിച്ച് നല്ലതായിട്ട് പത്രം വായിക്കുന്നതിനൊക്കെ അതെ നല്ല ഒരു ഇതായിരിക്കും. ഈവൻ മൊബൈൽ സ്ക്രോൾ ചെയ്ത് പോകാനൊക്കെ. അപ്പൊ എനിക്കൊന്ന് ഒരു സിറ്റ് ഔട്ടിനെ കുറിച്ച് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ബാക്കിയുള്ള ഏരിയാസ് നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ നോക്കാം. ഓക്കെ അടിപൊളി.